സുപ്രീം കോടതിയുടെ യുവതീ പ്രവേശന വിധി നടപ്പിലായതിന് പിന്നാലെ നിരവധി യുവതികളാണ് അയ്യനെ കാണാനെത്തിയത്. പ്രതിഷേധങ്ങളെല്ലാം അവഗണിച്ചായിരുന്നു മനിതി സംഘം ശബരിമല കയറാനെത്തിയത്. ശബരിമലയുടെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഭവബഹുലമായ കാഴ്ചകൾക്കായിരുന്നു ഇത്തവണത്തെ മണ്ഡലകാലം സാക്ഷിയായത്. രഹന ഫാത്തിമയും മഞ്ജുവും മനിതി സംഘവും ബിന്ദുവും കനകദുർഗയുമെല്ലാം പ്രതിഷേധക്കാർക്ക് മുന്നിൽ മുട്ടുമടക്കി മലയിറങ്ങിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഉറപ്പിലായിരുന്നു മനിതി സംഘമടക്കം ശബരിമലയിലേക്ക് എത്തിയിരുന്നത്. ദേവസ്വം മന്ത്രിയും പ്രസിഡന്റും പ്രതിഷേധത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി യുവതീ പ്രവേശനത്തിനെതിരെ രംഗത്ത് വന്നപ്പോൾ മറ്റു ചില മന്ത്രിമാരും മുഖ്യനും യുവതികളെ കയറ്റാൻ പഠിച്ച പണി 18 പയറ്റി. വിഷയത്തിൽ സർക്കാരും പാർട്ടിയും രണ്ടു തട്ടിലായി കഴിഞ്ഞുവെന്ന് സാരം. ഈ സാഹചര്യത്തിൽ കുംഭവിളക്ക് കാലത്തും സ്ഥിതിഗതികൾ അത്ര ശാന്തമായേക്കില്ലെന്നാണ് സൂചന. കുംഭം 1-ന് ശബരിമല നട തുറക്കുമ്പോൾ യുവതികളെ വീണ്ടും ശബരിമലയിൽ എത്തിക്കാനുള്ള നീക്കവുമായി നവോത്ഥാന കേരളം ശബരിമലയിലേക്കെന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ. അയ്യപ്പ ദർശനത്തിന് സന്നദ്ധരായ സ്ത്രീകളെ 1 മുതൽ 5 വരെയുള്ള തീയതികളിൽ വ്യത്യസ്ത സമയത്തിലായി മലയിലെത്തിക്കാനാണ് ഇവരുടെ പദ്ധതി. 2-3 പേരടങ്ങുന്ന ചെറു സംഘങ്ങളാണ് ശബരിമലയിലേക്ക് തിരിക്കുക. ഇത് സംബന്ധിച്ച ആലോചനാ യോഗം തിങ്കളാഴ്ച തൃശൂരിൽ ചേർന്നു. യുവതീ പ്രവേശനത്തെ തടയുന്നവരെ ഏതു വിധേനയും നേരിടാനും യോഗം തീരുമാനമെടുത്തു. ബിന്ദു തങ്കം കല്യാണി, മൈത്രേയൻ, ശ്രേയസ് കണാരൻ എന്നിങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 30ഓളം പേരാണ് യോഗത്തിൽ പങ്കെടുത്തത്. കോടതി വിധി വന്നത് മുതൽ ശബരിമലയിൽ കയറുകയും കയറാൻ ശ്രമിക്കുകയും ചെയ്ത യുവതികളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതിനെതിരെ പ്രചാരണം നടത്താനും തീരുമാനിച്ചു. മനിതി സംഘത്തോടൊപ്പം ചേരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന കൂട്ടായ്മയിലെ അംഗങ്ങളായ ബിന്ദുവും കനകദുർഗയും ഡിസംബർ 24-ന് മല കയറിയത്. എന്നാൽ അന്ന് ഭക്തരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അവർക്ക് മലയിറങ്ങേണ്ടി വന്നു. എന്നാൽ യുവതികൾ പിന്മാറാൻ തയ്യാറാകാതെ ജനുവരി 2-ാം തീയതി പോലീസ് അകമ്പടിയോടെ വീണ്ടും മല കയറി. ആ സമയത്ത് തന്നെ എങ്ങനെയും യുവതികളെ മല കയറ്റാൻ തീവ്ര ഇടതു ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നതായി സൂചനകളും പുറത്തു വന്നിരുന്നു. ദളിത് ആദിവാസി ഗ്രൂപ്പെന്ന് സ്വയം അവകാശപ്പെടുന്ന ചിലർ ജനുവരിയിൽ മല കയറാൻ നീക്കം നടത്തുന്നുവെന്ന അഭ്യൂഹവും അന്ന് പുറത്തു വന്നിരുന്നു. കുട്ടികളെയും കൂട്ടി മലയ്ക്ക് കയറാൻ വരാനായിരുന്നു ഇവരുടെ പദ്ധതി. പുരുഷന്മാരും സ്ത്രീകളുടെ കൂടെ ഉണ്ടാകുമെന്നും പ്രതിഷേധം പ്രതിരോധിക്കാനാണ് കുട്ടികളെ മുന്നിൽ നിർത്തി മല കയറുക എന്ന വിവരവും അന്ന് പുറത്തു വന്നിരുന്നു. ഇതുവരെ മല കയറാൻ വന്ന് പരാജയപ്പെട്ട യുവതികളെല്ലാം തങ്ങളുടെ അറിവോടെയാണ് വന്നതെന്ന് ഈ ഗ്രൂപ്പുകൾ അവകാശപ്പെടുന്നുണ്ട്. പോലീസിൽ തന്നെ ഒരു വിഭാഗം സംഘപരിവാറിനു വേണ്ടി ചാരപ്പണി നടത്തുകയാണെന്നും ഇവർ ആരോപിക്കുന്നു. അതിനാലാണ് യുവതികളുടെ മലകയറ്റം പ്രതിരോധിക്കാൻ ആയിരങ്ങൾ അണിനിരന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.